പിക്ചർ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് നാളെ എഴുതാൻ പോകുന്ന എക്സാമിൽ ഉറപ്പായിട്ടും ഇംഗ്ലീഷിന്റെ എക്സാമിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതെങ്ങനെ ചെയ്യും, അതുപോലെ തന്നെ ഏതൊക്കെ ചിത്രങ്ങളാണ് വരാൻ സാധ്യതയുള്ളത് എന്നൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. സോ വീഡിയോ അവസാനം വരെ കണ്ടിരിക്കുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നമുക്ക് സെറ്റ് ആകും. ഇങ്ങനെയാണ് ഈ ചിത്രം ഏത് ചാപ്റ്ററിലാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? യെസ്, ഈസി ആണ് അല്ലേ? അത് നന്നായിട്ട് ചിത്രം ശ്രദ്ധിക്കുക. നമ്മുടെ ചാപ്റ്റർ നന്നായിട്ട് അറിയില്ലെങ്കിൽ ഈ സാൻഡ്വിച്ച് ആർക്കാണ് കൊടുക്കുന്നതെന്നൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവണം. കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. എന്നാലും സെറ്റ് ആക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ ഗിവൺ എബവ്. മുകളിൽ കൊടുത്ത ചിത്രം നോക്കിക്കോ. ഇറ്റ് ഷോസ് എ സീൻ ഫ്രം ദ ലെസൺ എ ഫ്രണ്ട് ലൈക്ക് സൈമൺ എന്നുള്ള ചാപ്റ്ററിലുള്ള ഒരു ചിത്രമാണ്. ഡിസ്ക്രൈബ് വാട്ട് ഈസ് ഹാപ്പനിങ് ദിസ് പിക്ചർ. ഈ പിക്ചറിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞത്. നമുക്ക് അതിന്റെ ആൻസറിലേക്ക് കടക്കാം. അതിനു മുൻപ് നിങ്ങളോട് ഒറ്റ കാര്യം, ഇന്ന് വൈകുന്നേരം കൃത്യം 7 മണിക്കാണ് മെഗാ മാരത്തോൺ. മിസ്സാക്കരുത്, ഒരു കാരണവശാലും മിസ്സാക്കരുത്. കംപ്ലീറ്റ് കാര്യങ്ങൾ, ആക്ച്വലി നിങ്ങൾക്ക് വേണ്ട കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ഡിസ്കോഴ്സസ് ഒക്കെയാണ് നമ്മൾ എന്താക്കുന്നത് സെലക്ട് ചെയ്യുന്നത്. പ്ലസ് ഒരു ഗ്രാമർ, നമുക്ക് എഡിറ്റിംഗ് ഗ്രാമർ സെറ്റ് ആക്കാണ്ട് വളരെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ നമ്മൾ ഈ ഒരു ലൈവിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങൾ 3 ആളും ഉണ്ടായിരിക്കും. ഫുൾ ചാപ്റ്ററും സെറ്റാക്കും. ഫുൾ ചാപ്റ്ററിൽ നിന്നുള്ള ഡിസ്കോഴ്സും സെറ്റാക്കും. അപ്പോൾ ഇതിന്റെ ആൻസർ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ കാണിക്കാൻ പോവാണ്. ആൻസർ മാത്രമല്ല വേറെ ഏതൊക്കെ ചാപ്റ്റർ നിന്നാണ് എക്സ്പെക്റ്റബിൾ എന്നുള്ളത് നമ്മൾ കാണിക്കും കേട്ടോ. ഇൻ ദിസ് പിക്ചർ സൈമൺ ഈസ് സിറ്റിംഗ് നെക്സ്റ്റ് ടു മാത്യു. വളരെ ഈസി ആയിട്ട് പറഞ്ഞു കൊടുക്കാം. സൈമൺ എവിടെയായിരിക്കുന്നത്? മാത്യുവിന്റെ. ഇതാണ് സൈമൺ, ഇത് മാത്യുവിന്റെ അടുത്താണ് ഇരിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിൽ ആ ക്യാരക്ടേഴ്സിനെ ബേസിക് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് ഇവൺ നിങ്ങൾക്ക് ആ ക്യാരക്ടേഴ്സ് ഇട്ട ഡ്രസ്സിനെ പറ്റി പറയാം. അതിൽ എവിടെയാണുള്ളത്, ബസ്സിലാണോ ട്രെയിനിലാണോ എവിടെയുള്ളത് അത് പറഞ്ഞു കൊടുക്കാം. ഓൺ ദ ബസ് ഡ്യൂറിംഗ് സ്കൂൾ ട്രിപ്പ്. സ്കൂൾ ട്രിപ്പിന്റെ ഇടയിലുള്ള ഒരു ബസ്സിലാണ് സൈമൺ ഈസ് ഹോൾഡിംഗ് എ സാൻഡ്വിച്ച് ആൻഡ് ഓഫറിംഗ് ഇറ്റ് ടു മാത്യു. സൈമൺ ആർക്കാ കൊടുക്കണേ? മാത്യുവിനാ കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ കാണുന്ന സമയത്ത് ആരെ കയ്യിലുള്ളത്? മാത്യുവിന്റെ കയ്യിലാണുള്ളത് അല്ലേ? മാത്യു ലുക്സ് എ ലിറ്റിൽ സർപ്രൈസ് ബട്ട് ഹാപ്പി. വൻ സർപ്രൈസ് ആവും. ഇവിടെ സൈമൺ എനിക്ക് ഇതൊക്കെ തരേ, ബർഗറൊക്കെ തരേ എന്നൊക്കെയാണ്, സാൻഡ്വിച്ച് ഒക്കെ തരുമെന്ന് വിചാരിക്കുന്നത്. ദിസ് സീൻ ഷോ സൈമൺ ഷെയറിംഗ് ഹിസ് ഫുഡ് ആൻഡ് ബീങ് കൈൻഡ് ടു ഹിസ് ഫ്രണ്ട്. സൈമണ് അവന്റെ ഫ്രണ്ടിന് മാത്യുവിന് ഷെയർ ചെയ്യുന്ന ഒരു സീനാണിത്. ആ ഒരു ഫ്രണ്ടിനോട് ഭയങ്കര ദയുണ്ട്. ഈവൻ ദോ ഹി ഈസ് യൂഷ്വലി ക്വൈറ്റ് ആൻഡ് പ്രിഫർ ടു ബി അലോൺ. എപ്പോഴും ശരിക്കും സൈമൺ ഒറ്റയ്ക്ക് ഇരിക്കാനും ഭയങ്കര മിണ്ടാതെ പാവായിട്ട് ഇരിക്കാനൊക്കെയാണ് ഇഷ്ടമെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന നല്ല ഒരു മൈൻഡ് ഉണ്ട് അവന്. ഇറ്റ് റിഫ്ലെക്ട് സൈമൺസ് കെയറിംഗ് നേച്ചർ. ഇവൻ മറ്റുള്ളവരോട് എത്രത്തോളം കെയറിംഗ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു പിക്ചറാണ്. ആൻഡ് ദ ബിഗിനിങ് ഓഫ് എ സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് ബിറ്റ്വീൻ ഹിം ആൻഡ് മാത്യു. സൈമണിന്റെയും മാത്യുവിന്റെ ഇടയിലുള്ള ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു സ്റ്റാർട്ടിങ് കൂടിയാണ് അല്ലേ? ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റണമെങ്കിൽ നമുക്ക് ആ ചാപ്റ്റർ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. യെസ്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ ഇത്രയും പിക്ചേഴ്സ് നമ്മൾ എന്താക്കിയിട്ടുണ്ട് നമ്മുടെ ചാപ്റ്ററിലുണ്ട്. ഇതിലേതെങ്കിലും മോസ്റ്റ് റോണിലുള്ള ചാപ്റ്ററിൽ നിന്നുണ്ട്. അതുപോലെ തന്നെ യെസ്, നമ്മുടെ പിന്നെ സൈമണിന്റെ ചാപ്റ്റർ ഉണ്ട്, ഫ്രണ്ടിലേക്ക് സൈമൺ ഉണ്ട്. അതുപോലെ തന്നെ ലൂയിസ് ബ്രെയിലിയുടെ 6 ഡോട്ട്സിലുണ്ട്. അങ്ങനെ പല ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ചിത്രങ്ങളും തന്നിട്ട് നിങ്ങൾക്ക് എന്താക്കാം, ഇതുപോലെ ആ സിറ്റുവേഷൻ, ഈ സിറ്റുവേഷൻ വേറെയാണ്, ഇതുപോലെ തന്നെ ഈ സിറ്റുവേഷൻ വേറെയാണ്, അത് വെച്ചിട്ട് നിങ്ങൾ എന്താക്കണം, ഒരു ഡിസ്ക്രൈബ് ചെയ്യണം. അത് മാത്രമല്ല നിങ്ങൾക്ക് 6ാം ക്ലാസ് ഇനി ആനുവൽ എക്സാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് സൈലം ഒരു കംപ്ലീറ്റ് റിവിഷൻ ഓൺലൈൻ ബാച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഇത്രയും ഫീച്ചേഴ്സ് കിട്ടും. മാത്രമല്ല 1ാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെ നമ്മൾ റിവൈസ് ചെയ്യാൻ പോവാണ്. സോ ക്രിസ്മസ് എക്സാം കഴിയേ നമ്മുടെ ബാച്ച് ഓൺ ആവും. ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓൺ ആവാൻ പോകുന്നത് ക്രിസ്മസ് എക്സാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇപ്പം തന്നെ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ നമ്പറിലേക്ക് വിളിക്കുക, ജോയിൻ ചെയ്യുക, പവർഫുൾ ആക്കുക, സെറ്റ് ആക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാട്സപ്പ് ചാനൽ ജസ്റ്റ് സ്കാൻ ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറന്നു പോരുത്. നിങ്ങൾക്ക് ഇനി എന്ത് വീഡിയോ ആണ് വേണ്ടത്, അതുപോലെ തന്നെ ലൈവിൽ എന്താണ് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ടത്, ഗ്രാമർ ആണോ, ഏത് ഡിസ്കോഴ്സ് ആണ്, ഇമെയിൽ ആണോ, ഒക്കെ നിങ്ങൾക്ക് എന്താക്കാം കമന്റ് ബോക്സിൽ അറിയിക്കാം. നമുക്ക് ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. It's me, Jamshad. You can call me JD. Thank you. Bye bye.